വെൽക്കം ബാക്ക് ടു RK-Next. കിടക്കി എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 മാർക്കിന്റെ ചോദ്യങ്ങളാണ് നോക്കുന്നത്. നമുക്കറിയാം ഓൾറെഡി ഈ ചാപ്റ്ററിന്റെ അവസാനത്തേക്കുള്ള പതിയുടെ ഡയറി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു ചോദ്യമായിരുന്നു. അത് നിങ്ങൾക്ക് ഓൾറെഡി ഉത്തരവ് അറിയാം. ഓക്കെ, അതല്ലാതെ വേറെ എന്തൊക്കെ ചോദ്യങ്ങളാണ് 4 മാർക്കിന് വരിക എന്ന് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാം. നോക്കൂ, ഖിഡ്കി അഞ്ജു ഗർബന്ത ലഘുകഥയാണ്. നോക്കാം. शॉल बेचने वाली युवती रेलगाड़ी का अनुभव लेकर ഡയറി लिखती है. ഈ ഷോൾ വിൽക്കുന്ന പെൺകുട്ടിയാണ് ഡയറി എഴുതുന്നതെങ്കിലോ യുവതിക്ക് വോ ഡയറി കൽപ്പന കർക്കെ ലിഖെ. യുവതിയുടെ ഡയറി കൽപ്പന ചെയ്ത്, അതായത് കൽപ്പന എന്ന ഉണ്ടാക്കി എഴുതാം അല്ലെ, അത് തയ്യാറാക്കാനാണ് പറയുന്നത്. ഓക്കെ, ഡയറി എങ്ങനെയാണ്? ഡയറിക്ക് ഒരു ഫോർമാറ്റ് ഉണ്ട്. എന്താണ്? ബോക്സിൽ വരയ്ക്കണം, ദിനും താരീഖും എഴുതി കൊടുക്കണം അല്ലെ. ആജ് കാ ദിൻ മേ കൈസെ ഭൂലൂം, ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ മറക്കും അല്ലെ. सारे दिनों के जैसे आज भी रेलगाड़ी में शॉल बेचने के लिए गई. എല്ലാ ദിവസത്തെയും പോലെ ഇന്നും ഞാൻ റെയിൽഗാഡിയിൽ ഷോൾ बेचने के लिए गई. ഷോൾ വിൽക്കാൻ വേണ്ടി പോയി. सुबह से लेकर दोपहर तक कोई बिक्री नहीं हुई थी. बिक्री എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? बिक्री എന്ന വാക്കിന്റെ അർത്ഥം വിൽപ്പന അല്ലെ, കച്ചവടം. രാവിലെ മുതൽ ഉച്ചവരെ ആയപ്പോഴും ഒരു കച്ചവടവും നടന്നില്ല അല്ലെ. ഭാരി ഘട്ടർ ഉഡായെ ബഹുത് ദഖ് ഗയി. ആ ഒരു വലിയ ഭാണ്ഡക്കെട്ടെടുത്ത് വളരെയധികം ദഖ് ഗയി, ക്ഷീണിച്ചു അല്ലെ. ജനറൽ കോച്ച് മേ കഹി ജാനെ വാലെ ഏക് പരിവാർ കോ ദേഖ. അങ്ങനെയാണ് ജനറൽ കോച്ചിൽ ആ ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന കുടുംബത്തെ ഞാൻ കാണുന്നത്. ബഡി പ്രതീക്ഷ സെ ഉൻകെ പാസ് ഗയി. വളരെയധികം പ്രതീക്ഷയോട് തന്നെ ഞാൻ എന്ത് ചെയ്യാണ്? അവരുടെ അടുത്തേക്ക് പോവുകയാണ്. പരിവാർ കി സ്ത്രീ സെ ഷോൾ ലേനെ കാ ആഗ്രഹ കിയ. പരിവാറിലെ, അതായത് ആ ഒരു കുടുംബത്തിലെ സ്ത്രീയുടെ അടുത്തേക്ക് ഞാൻ എന്താണ്? ഷോൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, ഷോൾ നിങ്ങൾ വാങ്ങിക്കൂ എന്ന എന്റെ ഒരു ആഗ്രഹം ഞാൻ പ്രകടിപ്പിച്ചു. ദാം പൂച്ച്നെ പർ मैंने एक पीस को 250 रुपये बताया. എത്ര ചോദിച്ചു? വില ചോദിച്ചു. ദാം, വില. വില ചോദിച്ചപ്പോൾ ഞാൻ ഒരു ഷോളിന് 250 രൂപയാണെന്ന് പറയുകയും ചെയ്തു. തബ് സ്ത്രീനെ ബതായ കി യേ തോ മെഹംഗി ഹൈ. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, എന്ത്? ഇത് വളരെ അധികം വില കൂടുതലാണ്. ദാം കം കർക്കെ ദോ തോ ഖരീദൂംഗി. വില കുറയ്ക്കുകയാണെങ്കിൽ വാങ്ങിച്ചോളാം എന്ന് അവർ പറയാണ്. मैंने बताया कि, ഞാൻ പറഞ്ഞു, ജ്യാദാ പീസ് ലേ തോ, ജ്യാദാ പീസ്, ഒരുപാട് പീസ്, അധികം പീസ് വാങ്ങിക്കുകയാണെങ്കിൽ एक पीस 200 रुपये को दूंगी. ഒരു പീസിന് 200 രൂപ വെച്ച് തരാം എന്ന് പറഞ്ഞു. बहुत तोल मोल करने के बाद एक पीस 150 रुपये को तय किया. അങ്ങനെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും വില പേശിയതിനു ശേഷം, വില പേശൽ, തോൽ മോൽ, വില പേശിയതിനു ശേഷം എന്താണ്? 150 രൂപയ്ക്ക് അത് തീരുമാനിച്ചു, അതിന്റെ വില തീരുമാനിച്ചു. തബ് മേരി ആംഖേം ബർ ആയി. അപ്പൊ എന്റെ കണ്ണ് നിറഞ്ഞു പോയി. ക്യാ കരൂ ഹേ, എന്ത് ചെയ്യും? തോ ബച്ചേ ഭൂക്കേ രഹേംഗേ. എന്താണ്? കുട്ടികൾ വിശന്നിരിക്കേണ്ടി വരൂലേ എന്ന് വിചാരിച്ചിട്ടാണ്. ഗരീബോം കാ ജീവൻ ഏസാ ഹി ഹേ. ദാരിദ്ര്യത്തിലുള്ള ആളുകളുടെ, പാവപ്പെട്ട ആളുകളുടെ ജീവിതം ഇങ്ങനെ തന്നെയാണ്. സഹന പടേക, അത് സഹിച്ചല്ലേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഡയറി അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ചോദ്യമാണ് എന്ത്? ഫേരി വാലേ കാ ജീവൻ. നമുക്കറിയാം ഫേരി വാല എന്ന് പറഞ്ഞ വിൽപ്പനക്കാരാണ്. അപ്പൊ വിൽപ്പനക്കാരുടെ ജീവിതം എങ്ങനെയാണ്? ഹം രാസ്തേ പർ ഫേരി വാലോം കോ ദേഖ്തേ ഹെ. നമ്മൾ വഴിയരികിലൊക്കെ ഇത്തരത്തിലുള്ള വിൽപ്പനക്കാരെ കാണാറുണ്ട് അല്ലെ. സുബഹ് സേ ലേക്കർ ശ്യാം ബഡി ദേർ തക് വേ സിർ പർ സാമാൻ ലാദ് കർ ബേച്തേ ഹെ. അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ വലിയ വലിയ ഈ കച്ചവടത്തിനായിട്ടുള്ള സാധനങ്ങളൊക്കെ പേർ നടക്കുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കാണാറുണ്ട്. കുച്ച് ലോഗ് ഉൻകോ അവജ്ഞ സേ ദേഖ്തേ ഹെ. കുറച്ച് ആളുകളൊക്കെ അവരോട് അവജ്ഞ, പുച്ഛം അല്ലെ, പുച്ഛത്തോടു കൂടി നോക്കാറുണ്ട്. അധികാംശ ലോഗ് ഫേരി വാലോം സേ തോൽ മോൽ കർക്കേ ഹി സാമാൻ ഖരീദ്തേ ഹെ. ഒരുപാട് ആളുകൾ എന്ത് ചെയ്യും? ഇത്തരത്തിലുള്ള വിൽപ്പനക്കാരോട് വളരെയധികം വില പേശി സാധനങ്ങൾ വാങ്ങിക്കും. फेरी वाले दाम जितना कम बताए तो भी उसने भी ज्यादा कम करके ग्राहक खरीदना चाहते हैं. അപ്പൊ ഫേരി വാല എത്രത്തോളം വില കുറയ്ക്കുന്നോ അത്രത്തോളം അല്ലെ നമ്മൾ കുറപ്പിക്കും. ഈ സമാജ് കി വിശേഷത ഹെ. അത് സൊസൈറ്റിയുടെ ഒരു പ്രത്യേകതയാണ്. ഹം സോച്താ ഹെ കി, നമ്മൾ ചിന്തിക്കണം, ഇസ് പ്രകാർ സാമാൻ ബേച്ച്കർ മിൽനെ വാലെ पैसों से वे अपनी गरीबी दूर करते हैं. ഇങ്ങനെ കിട്ടുന്ന പണം കൊണ്ടാണ് അവരുടെ ഗരീബി,
ദാരിദ്ര്യം ദൂർ കർത്തേ ഹേ, ദൂരേക്ക് മാറ്റുന്നത്. അതായത് അവര് പണം സമ്പാദിക്കുന്നത് ഇങ്ങനെയാണ്. ഫേരി വാലെ ബി ഹമാരെ ജൈസെ സാമാജിക് പ്രാണി ഹെ, അതായത് ഇത്തരത്തിലുള്ള വിൽപ്പനക്കാർ നമ്മളെ പോലെ തന്നെ മനുഷ്യരാണ്. ഇസ്ലിയെ ഫേരി വാലോം സെ സഹാനുഭൂതി പ്രകട് കർന ഹമാര കർത്തവ്യ, അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകളോട് നമ്മൾ സഹാനുഭൂതി പ്രകടിപ്പിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഖിഡ്കി എന്ന ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസും വിത്ത് അൺഎക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഫേരി വാലേക്ക ജീവൻ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് മേടിക്കുക. നമ്മുടെ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബൈ.